ഹായ് ഹലോ. ഫസ്റ്റ്ലി നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൂടെയാണ് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്പർ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഫസ്റ്റ്ലി പറയുന്ന ടോപ്പിക്ക്. നമ്പർ സിസ്റ്റം പഠിക്കേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്തും യൂസേഴ്സ് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെ യൂസേഴ്സ് ഇൻപുട്ട് ചെയ്ത ഡാറ്റാസിനെ സിസ്റ്റം ലെവലിൽ പ്രോസസ്സ് ചെയ്യണം അല്ലേ. ചിപ്പ് ലെവലിൽ പ്രോസസ്സ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ടാവും. പ്രോഗ്രാമാറ്റിക്കലി പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കമ്പൈൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവാം അല്ലേ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഒരു നമ്പേഴ്സിനെയാണ് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവേർഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാര്യമായിട്ട് എടുക്കേണ്ടി വരും അല്ലേ. ഇങ്ങനെ ഈ നമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു നമ്പർ സിസ്റ്റം ബേസിക്കലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നമ്പർ സിസ്റ്റം? നമ്പർ സിസ്റ്റം രണ്ട് തരത്തിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പൊസിഷണൽ കോഡ്സും നോൺ പൊസിഷണൽ കോഡ്സ്. നമ്പർ സിസ്റ്റം അതർവൈസ് കോൾഡ് കോഡ്സ് എന്ന് പറയും അല്ലേ, CODE. ഓക്കെ, അപ്പോൾ പൊസിഷണൽ കോഡ്സിനെ വെയ്റ്റഡ് കോഡ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, പൊസിഷണൽ കോഡ്സ് അല്ലെങ്കിൽ വെയ്റ്റഡ് കോഡ്സ്. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് ഇത് വെയ്റ്റഡ് കോഡ് ആയത് എന്നൊക്കെ നമുക്ക് ഇനി പറയാം. നോൺ പൊസിഷണൽ കോഡ്സ് ഉണ്ട്. നോൺ പൊസിഷണൽ കോഡിനെ അൺവെയ്റ്റഡ് കോഡ് എന്ന് പറയും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോവാം. നമ്പർ സിസ്റ്റം പൊസിഷണൽ കോഡ് ആൻഡ് നോൺ പൊസിഷണൽ കോഡ്, വെയ്റ്റഡ് കോഡ് ഓർ അൺവെയ്റ്റഡ് കോഡ്. അപ്പോൾ പൊസിഷണൽ കോഡിൽ വരുന്നതാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. ബൈനറി, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതുകൂടാതെ BCD. ഓക്കെ, ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയും. ബൈനറി കോഡഡ് ഡെസിമൽ. നോൺ പൊസിഷണലാണെങ്കിലോ XS3 കോഡ്, ഗ്രേ കോഡ്. ഇതാണ് ഫസ്റ്റ്ലി ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്പർ സിസ്റ്റത്തിൽ. ഓക്കെ, ഇനി ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ കൺവേർഷൻസ് കാര്യങ്ങളാണ് ഇനി മൊത്തത്തിൽ ഇത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഓരോ നമ്പർ സിസ്റ്റം, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഡെസിമൽ ഉണ്ട്, എക്സാ ഡെസിമൽ ഉണ്ട് അല്ലേ. ഇങ്ങനെ ഓരോ നമ്പർ സിസ്റ്റത്തിലും അതിൻ്റെ ബേസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ യുണീക്ക് നമ്പേഴ്സാണ്. അതായത് ഒരു ബൈനറി സിസ്റ്റത്തിൽ എത്ര യുണീക്ക് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബൈനറി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര യുണീക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് ആ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫസ്റ്റ്ലി ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ എത്ര യുണീക്ക് വാല്യൂസ് ഉണ്ടാവും. ഈ ബൈനറി നമ്പർ സിസ്റ്റമാണ് 0 or 1. അതിൻ്റെ കോമ്പിനേഷനെയാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് 0 or 1, ദാറ്റ്സ് വി കോൾ ബൈനറി നമ്പർ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, 1 0 1 0 1 1. ഓക്കെ, ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റമാണ്. കാരണം എന്താ, ഇത് കോമ്പിനേഷൻ ഓഫ് 0 or 1 മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ അല്ലേ. ഓക്കെ, ഇത് ബൈനറി നമ്പർ സിസ്റ്റം ആണെന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരാന്തസിസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, 2 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറയാം, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. കാരണം അത് ടു യൂണീക്ക് വാല്യൂസ് കൂടി ചേർന്നിട്ടാണ് ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0 or 0 to 7 വരെയുള്ള കോമ്പിനേഷൻ ഓഫ് 0 to 7. അപ്പോൾ 0 to 7 എന്ന് പറയുമ്പോൾ 8 വാല്യൂ അല്ലേ, ഇൻക്ലൂഡിങ് 0 1 2 3 4 5 6 7. ഓക്കെ, 8 വാല്യൂ. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, 0 to 7 വരെയുള്ള വാല്യൂസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്ത്, ഒക്ടൽ നമ്പർ സിസ്റ്റം. കേട്ടോ, 67. ഓക്കെ, 6 ഇൻ ദിസ് കോമ്പിനേഷൻ ഓഫ് 0 to 7 അല്ലേ, 7 in this combination of 0 to 7. That's right. നെക്സ്റ്റ് ഇതിൻ്റെ ബേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ 8 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് 135. കണ്ടോ, 1 ഇൻ ദി കോമ്പിനേഷൻ ഓഫ് 0 to 7 അല്ലേ. 0 മുതൽ 7 വരെയുള്ള വാല്യൂസിലെ ഒരു നമ്പറാണിത് 1 3, അതുപോലെയാണ് 5, അതുപോലെയാണ്. ഓക്കെ, ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡെസിമൽ 0 to 9 വരെയുള്ള വാല്യൂസിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഓഫ് ദാറ്റ് 0 to 9
ഡിജിറ്റ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 10 കാരണം എന്താ 0 മുതൽ 9 വരെ യുണീക്കായിട്ട് 10 വാല്യൂസാണ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 5 നോട്ട് 9 2 3 1 ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ എക്സാഡെസിമൽ നമുക്ക് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 16 യുണീക്ക് വാല്യൂസ് ആണ് എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് ഈ 16 വാല്യൂസ് വരുന്നത്? കാര്യമുണ്ട്, 0 to 9 വരെയുള്ള വാല്യൂസ്, ഐ മീൻ ഡിജിറ്റ്സ്, ഇൻറ്റിജേഴ്സ് അല്ലേ, 0 to 9 വരെ പ്ലസ് A to F വരെ. 0 to 9 എന്ന് പറഞ്ഞാൽ 10, A to F എന്ന് പറഞ്ഞാൽ 6 വാല്യൂ, ABCDEF. ഓക്കെ, 16. അപ്പോൾ 10 + 6 എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 0 to 9 A to F വരെയുള്ള വാല്യൂസിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും, ആൽഫ ന്യൂമറിക് വാല്യൂവിലായിരിക്കും നമ്മൾ എക്സാഡെസിമലിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, A1 2 ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പരാന്തസിസിൽ 16 യൂസ് ചെയ്യും അല്ലേ. F ഒരു എക്സാഡെസിമൽ വാല്യൂ ആണ്, ഇത് നമ്മൾ 16 യൂസ് ചെയ്തു. ഓക്കെ, FF01 പരാന്തസിസിൽ 16 യൂസ് ചെയ്തു. ഓക്കെ, 5 നോട്ട് 9 16. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 5 നോട്ട് 9 ആണെന്നുണ്ടെങ്കിൽ 5 നോട്ട് 7 ആണെന്നുണ്ടെങ്കിൽ ഇത് ഒക്ടലാവോ, ബൈനറി ആവോ, ഡെസിമൽ ആവോ, ഹെക്സാഡെസിമൽ ആവോ? നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇത് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് അതേ ഒരു പരാന്തസിസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്, അതിൻ്റെ ബേസ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇതിപ്പോൾ ഇതിങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് എക്സലാണോ, ഒക്ടലാണോ, ഹെക്സാഡെസിമലാണോ, ഡെസിമലാണോ, ഒക്ടലാണോ? ഓക്കെ, അത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻവാലിഡാണ്. കാരണം നമുക്കറിയില്ല അത് എന്താണെന്ന്. കാരണം ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഇങ്ങനെ കൊടുത്തിട്ട് ബേസ് 8 കൊടുത്താൽ ഇത് ഒക്ടൽ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇനി അതല്ല 10 എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ നമുക്കെന്ത് പറയാം, ഇത് ഡെസിമൽ വാല്യൂ എന്ന് പറയാം. ഇനി 16 റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ബേസ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം വർക്ക്സ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കുറച്ച് ഡെസിമൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 0 മുതൽ 4 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബൈനറി നമ്പർ ഒന്ന് എഴുതി നോക്കുകയാണ്. 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ 0 0 0 0. ഓക്കെ, ഇങ്ങനെ എത്ര 0 നമുക്ക് എഴുതി കഴിഞ്ഞാൽ അത് 0 ആണ്. 1നെ എനിക്ക് 1 ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര 0 ഇട്ട് കഴിഞ്ഞാലും ദാറ്റ് വുഡ് ബി 1. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ 1 0 ആണ്. ഓക്കെ, നമ്മൾ ഇത് ഒരു 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഹാവ് ടു റൈറ്റ് zeros ഓൺ ദി ലെഫ്റ്റ് സൈഡ്. ഓക്കെ, നെക്സ്റ്റ് we have gone to 3 1 1. Okay, and 4. ഓക്കെ, ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഇത് വഴിയെ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യം കൂടി നമുക്കത് ഒരു ഐഡിയ വരും. ഓക്കെ, ഇനി നമ്പർ കൺവേർഷൻസ് ആണ്. ഓക്കെ, നോക്കിയോ, എൻ്റെ കയ്യിൽ ഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ് ഫസ്റ്റ് പറയുന്നത്. എൻ്റെ കയ്യിലൊരു ഡെസിമൽ നമ്പർ ഉണ്ട്. ഈ ഡെസിമൽ നമ്പറിനെ എനിക്ക് എന്താക്കി മാറ്റണം, അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പറാക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ഡെസിമൽ നമ്പറാണ് 55. ദാറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ബൈനറി നമ്പർ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കൺവേർഷൻ പോസിബിൾ ആക്കുക? ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണോ ബേസ്, അതായത് ഡെസിമൽ ടു ഏത് കൺവേർഷൻ ആണെന്നുണ്ടെങ്കിലും ആ കൺവേർഷൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇത്ര മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മളെ ലൈവ് ക്ലാസ്സിൽ ചെയ്തു വെച്ചാണ്. ഓക്കെ, ഇത് പറഞ്ഞുതരാം. 55 ആണ്. 55നെ എനിക്ക് കൺവേർഷൻ ചെയ്യേണ്ടത് 55 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 55 ഡിവൈഡഡ് ബൈ 2 എന്താ 26 കിട്ടും അല്ലേ? 26 കിട്ടും. സോറി 27 കിട്ടും.
ഈ 27 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 1 ഇട്ടു അല്ലേ? ഓക്കെ. ഇനി 27നെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. 27നെ വീണ്ടും ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 13 ആണ് കിട്ടുക. ഓക്കെ, 13 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡർ വീണ്ടും 1 വരും. 13നെ വീണ്ടും ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും അല്ലേ? 6 റിമൈൻഡർ വീണ്ടും എന്ത് വരും? 1 വരും. ഓക്കെ, നെക്സ്റ്റ് 6നെ വീണ്ടും ഡിവൈഡഡ് ബൈ 2, ദെൻ വി ഹാവ് 3 ആൻഡ് റിമൈൻഡർ വുഡ് ബി 0. There is no remainder. Then we have gone to 3 divided by 2 and the answer 1 and remainder would be 1. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ബൈനറി വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ബോട്ടം സൈഡ് മുതൽ ഇങ്ങോട്ടേക്ക് എഴുതി പോരാ. ഓക്കെ, ആൻസർ എന്തരും? ഫസ്റ്റ് 1, ഈ 1. ഓക്കെ, 1, നെക്സ്റ്റ് ഇയാൾ 1, നെക്സ്റ്റ് ഇയാൾ 0, 1, 1, 1. ഇതായിരിക്കും എന്തിൻ്റെ? 55ൻ്റെ ബൈനറി വാല്യൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 68നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലോ 68 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 34 കിട്ടും അല്ലേ? റിമൈൻഡർ 0. 34 ഡിവൈഡഡ് ബൈ 2 ചെയ്തു വീണ്ടും റിമൈൻഡർ 0, 17 കിട്ടി. 17 ഡിവൈഡഡ് ബൈ 2 8 കിട്ടി, റിമൈൻഡർ 1. 8 ഡിവൈഡഡ് ബൈ 2 4 കിട്ടി, റിമൈൻഡർ 0 അല്ലേ? 4 ഡിവൈഡഡ് ബൈ 2 ആൻസർ 2 കിട്ടി, റിമൈൻഡർ 0. 2 ഡിവൈഡഡ് ബൈ 2 1 കിട്ടി, റിമൈൻഡർ 0. ഇനി എന്താ നമ്മൾ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി പോരാ. അപ്പം എന്ത് തരും? 1 അല്ലേ? ഇയാൾ നെക്സ്റ്റ് ഇയാൾ 0, 0, 0, 1, 0, 0. ദിസ് ഈസ് ദി ബൈനറി വാല്യൂ ഓഫ് 68. ഓക്കെ, അപ്പോൾ എന്താണ്? 1 0 0 0 1 0 0. ഇസ് റൈറ്റ്? ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഫൈൻഡ് ബൈനറി നമ്പേഴ്സ് ഓഫ് 64, 128, 256, 140, 148. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഇനി നമുക്ക് ബൈനറി വാല്യൂ തന്നിട്ട് അതിൻ്റെ ഡെസിമൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അതായത് നമ്മൾ നമ്പർ സിസ്റ്റം പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് നമ്പർ സിസ്റ്റം പൊസിഷണൽ ഓർ വെയ്റ്റഡ് കോഡ്സ് അല്ലേ? പൊസിഷണൽ അല്ലെങ്കിൽ വെയ്റ്റഡ് കോഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ, BCD. അപ്പോൾ എന്താണ് വെയ്റ്റഡ് കോഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഒരു നമ്പർ സിസ്റ്റം എഴുതുന്ന സമയത്ത് ഓരോ ബിറ്റിലും അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെയ്റ്റ് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ബൈനറി നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് വെയ്റ്റ്, ഇപ്പോൾ ഇതൊരു ബൈനറി നമ്പർ അല്ലേ? ഇതിന് ഡൗട്ടില്ലല്ലോ, ഇതൊരു ബൈനറി നമ്പർ ആണെന്നില്ല, ഇതിനൊരു ഡൗട്ടില്ല. ഓക്കെ, 1 നോക്കിയാ 1 1 0 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് എന്തായാലും? ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 2⁻⁴ പൊസിഷനിലാണ്. 0ൻ്റെ വെയ്റ്റ് വരുന്നത് 2⁻⁴ പൊസിഷനിലാണ്. 1 എന്ന് പറഞ്ഞാൽ 2⁻²th പൊസിഷൻ, നെക്സ്റ്റ് 2⁻³ പൊസിഷൻ, തേർഡ് പൊസിഷൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വെയ്റ്റ്. ഓരോ നമ്പേഴ്സിനും അതിന് ഓരോ കറസ്പോണ്ടിങ് വെയ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ബൈനറിൻ്റെ വാല്യൂ, ബൈനറിയാണ്. ഓക്കെ, ഇനി ഒക്ടലാണെന്നുണ്ടെങ്കിൽ, ഒക്ടൽ ഒരു എക്സാമ്പിൾ ഒക്ടൽ എന്ന് പറഞ്ഞു നോക്കിയാൽ 505 അല്ലെങ്കിൽ 506. ഓക്കെ, 6ൻ്റെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ 8⁻⁴ ആണ്. 0ൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 8⁻1 ആണ്, 8⁻2 ആണ്. ഓക്കെ, ഇനി ഒരു ഡെസിമൽ വാല്യൂ 509, 509. ഓക്കെ, 10⁻⁴ ആണ്, 10⁻1 ആണ്, 10⁻2 ആണ്. ഓക്കെ, വെയ്റ്റ്സുകളാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബൈനറി നമ്പർ, ഓക്കെ,
ഈ ബൈനറി നമ്പറിനെ എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യാൻ നോക്കാം. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് മൂവ് ചെയ്യട്ടെ. ഓക്കെ, ഇതിന് കൺവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബിറ്റ് പൊസിഷൻ ഇൻറ്റു ആ വാല്യൂ, അതായത് ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ, 1 ഇൻറ്റു അതിൻ്റെ ബിറ്റ് പൊസിഷൻ 2⁻0 പ്ലസ് 0 ഇൻറ്റു 2⁻1 പ്ലസ് ദിസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻3. നമ്മൾ ഈ ബൈനറീനെ എന്താക്കി മാറ്റുകയാണ്, ഡെസിമൽ വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യുകയാണേ. ഓക്കെ, നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേർഷനാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡെസിമൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി കാണുക. ഇനി ബൈനറി വാല്യൂ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെസിമൽ കാണാൻ നോക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2⁻0 ആണെങ്കിലും 8⁻0 ആണെങ്കിലും 10⁻0 ആണെങ്കിലും ഇതിൻ്റെയൊക്കെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഓക്കെ, 1 ഇൻറ്റു ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് 1 ഇവിടെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണേ. 1 ഇൻറ്റു 2⁻3 എന്ന് പറഞ്ഞാൽ 8, 1 ഇൻറ്റു 8 8 പ്ലസ് 2⁻4 1 ഇൻറ്റു 4 പ്ലസ് 0 പ്ലസ് 1 ഇൻറ്റു 1 അല്ലേ, ഈക്വൽ ടു 1 ആണ്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 വരും ആൻസർ. അപ്പോൾ എന്ത് വരും? ഓക്കെ, 8 പ്ലസ് 4 12 പ്ലസ് 1 13 ആണ് ആൻസർ. ഓക്കെ, ഇതായിരിക്കും 13 നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ബേസ് 10 ആക്കി റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ 64 128 ഇത്രയും നമ്പേഴ്സിൻ്റെ എന്ത് കാണിക്കണം, ബൈനറി വാല്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടത്. അതിന് ചെറിയൊരു ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നമുക്ക് ബൈനറി വാല്യൂ കാണാൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 148ൻ്റെ ബൈനറി വാല്യൂ കാണാൻ 148 ഡിവൈഡഡ് നോക്കിയാൽ 148 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ബൈനറി വാല്യൂ കിട്ടും. നമുക്കറിയാം, പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ് അല്ലേ, കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഈ സമയം എടുക്കാത്ത വിധത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ, പിന്നെ ഇത് സമയം എടുക്കോ ഇല്ലെന്ന് ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ച് നിൽക്കൂലേ. ചില ആളുകൾക്ക് ഇതായിരിക്കും, ഈ ഒരു മെത്തേഡായിരിക്കും ഈസി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു മെത്തേഡ് കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. ചിലപ്പോൾ അതാണ് ഈസി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നോക്കിയാൽ നമുക്ക് ഓരോ പൊസിഷണൽ കോഡ് ഉണ്ട് അല്ലേ, നമുക്ക് ഓരോ പൊസിഷണൽ കോഡ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷണൽ കോഡ് എന്താണ്, 2⁻0 ആണ്. 2⁻1 2⁻2 2⁻3 2⁻4 2⁻5 2⁻6 2⁻7 2⁻8 അങ്ങനെ പോകും. 2⁻9 2⁻10 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകും. 2ൻ്റെ പവറായിട്ട് എടുക്കും. ഓക്കെ, ഇനി നോക്കിയാൽ എനിക്ക് 64ൻ്റെ ബൈനറി വാല്യൂ ആണ് കാണേണ്ടത്. നോക്കിയാൽ എനിക്ക് 64ൻ്റെ ബൈനറി വാല്യൂ ആണ്. 64ൻ്റെ ബൈനറി വാല്യൂ കാണാം. ഇതിൽ എവിടെയെങ്കിലും 64ന് കറസ്പോണ്ട് എടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും വാല്യൂ ഉണ്ടോ നോക്കാം. അതായത് ഈ ഒരു പൊസിഷനിൽ 2⁻6 ആണ് 64 അല്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടും 2⁻6 1. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ബാക്കിയുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്ത് 0 ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 64. ഓക്കെ, നെക്സ്റ്റ് 68 കിട്ടണമെന്നുണ്ടെങ്കിലോ, 68 എന്ന് പറഞ്ഞാൽ എന്താ, 64 പ്ലസ് 4. ഓക്കെ, അപ്പോൾ 64ൻ്റെ 68 ആണ്. ഓക്കെ, 64 അല്ല 8 അല്ലേ, 68 എന്നാൽ 64 പ്ലസ് 4 അല്ലേ. അപ്പോൾ 64 എവിടെയാണ്, ഇവിടെ 1 64 പ്ലസ് 4 അല്ലേ, ഈ 4 പ്ലസ് 4
ഇവിടെ 1. ബാക്കിയൊക്കെ 0 ഇട്ട് കൊടുത്താൽ എന്തായി? 64 ആയി. ഓക്കെ, നിങ്ങൾ എക്സാമിന് ഈ 2:1 2:2 ഇങ്ങനെ കോളം വരച്ച് ഇരിക്കൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യനൊക്കെ ഇതിങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് 1 0 ഒക്കെ ഇട്ട് കൊടുത്ത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവും എവിടെയാണ് 0 എവിടെയാണ്. അല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലേ? 2ൻ്റെ പവറല്ല മക്കളെ, 2ൻ്റെ പവർ മാത്രമാണ്. ഈ 2ൻ്റെ പവർ ഒരു 10 വരെ 2:10 വരെ എത്ര വരും? 1024 എന്ന് വരും അല്ലേ? അത്ര വരെ നിങ്ങൾ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാം. ഇനി നോക്കിയാൽ ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വൺ 128 പറഞ്ഞിട്ടുണ്ടായി നമ്മൾ അല്ലേ? 128. ഓക്കെ, 128. ഓക്കെ, 128 ഇതിലുണ്ടോ നോക്കാം. 128 ഉണ്ടോ? യെസ്, 128 ഇവിടെ ഉണ്ട് അല്ലേ? ഇതാ 128 അല്ലേ? ഓക്കെ, അപ്പോൾ 128 എന്ന് പറയുമ്പോൾ ഈ ഒരു 128ൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുക. ബാക്കിയൊക്കെ 0 ഇട്ട് കൊടുത്താൽ 128 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് 138 ആണെന്നുണ്ടെങ്കിലോ? 138 എന്നാൽ 128 + 8 + 2 അല്ലേ? അതായത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന വാല്യൂസ് പവേഴ്സ് ഓഫ് 2 ആയിരിക്കണം. ഓക്കെ, അതേ പവേഴ്സ് ഓഫ് 2 അല്ലേ ഈ ടേബിളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 128 അല്ലേ? 138 ആണ്. 128 + 8ലേക്ക് ഒരു 1 കൊടുത്ത് +2ലേക്ക് ഒരു 1 കൊടുത്ത് ബാക്കിയൊക്കെ 0 കൊടുത്താൽ മതി. ഇതായിരിക്കും 1 0 0 0 1 0 0. ഇതായിരിക്കും ഇതിൻ്റെ 138. നെക്സ്റ്റ് എന്താ? 140 അല്ലേ? 140 എന്ന് പറയുമ്പോൾ എന്ത് വരും? 128 + ഓക്കെ 128 + 8 + 4 അല്ലേ? ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ വരിക? 140 1 0 0 0 1 1 0 0. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ 140ൻ്റെ ബൈനറി വാല്യൂ. 1 0 0 0 1 1 0 0. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള എല്ലാതും എഴുതി വെക്കാം ട്ടാ. നെക്സ്റ്റ് വൺ, ഡെസിമൽ ടു ബൈനറി ഓഫ് ഫ്രാക്ഷണൽ നമ്പേഴ്സ്. വി ഹാവ് ടു മൂവ് ടു ദി ഫ്രാക്ഷണൽ നമ്പേഴ്സ് കൺവേർഷൻ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. 25.625ൻ്റെ ബൈനറി വാല്യൂ. വാട്ട് ഈസ് ദ ബൈനറി വാല്യൂ ഓഫ് 25.625? 25നെ നമുക്ക് കാണാനറിയാം. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് അതായിരുന്നു. ഇനി എങ്ങനെയാണ് ഫ്രാക്ഷണൽ വാല്യൂൻ്റെ ഒരു ഫ്രാക്ഷണൽ വാല്യൂ ഉണ്ട്. ആ ഫ്രാക്ഷണൽ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസ് കാണാം. ഓക്കെ, നമ്മൾ 25 കാണുന്ന പോലെ അല്ല ഫ്രാക്ഷണൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റിലുള്ള ബൈനറി വാല്യൂ കാണുന്നത്. അതിന് വേറൊരു മെത്തേഡാണ്. ഓക്കെ, ആ മെത്തേഡ് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാൽ 625ൻ്റെ ബൈനറി വാല്യൂ ആണ് കാണേണ്ടത്. 6.625 ആട്ടോ. 25 നമുക്ക് കറസ്പോണ്ടിങ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ കിട്ടുന്നതാണ് 11001. ഓക്കെ, ഇനി 625ൻ്റെ നമ്മൾ എന്താ കാണാം? ഓക്കെ, 625നെ നമ്മൾ എങ്ങനെ കാണാം? 625നെ ഇതാ ഇങ്ങോട്ടേക്ക് നോക്കിക്കോ. അതാ നേരെ ഇങ്ങോട്ട് 625നെ ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡബിൾ കാണാം. ആൻസർ വിൽ ബി, അതായത് 0.625 ഇൻറ്റു 2 ചെയ്ത് മൾട്ടിപ്ലൈ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.250 കിട്ടും. ഓക്കെ, ഈ പോയിൻ്റ് മൾട്ടിപ്ലിക്കേഷൻ ബുദ്ധിമുട്ടില്ലവർ നോക്കിക്കോ. 625ൻ്റെ ഡബിൾ കാണാം. ഇൻറ്റു 2 ചെയ്താൽ മതി. ഇൻറ്റു 2 അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, ഇനി ഇവിടെ എത്ര പൊസിഷനിൽ എത്ര ഡെസിമൽ വാല്യൂ ഉണ്ട് നോക്കാം. 1 2 3 അല്ലേ? പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 2 3 3 വാല്യൂ അല്ലേ? അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇടാം. നമുക്ക് കിട്ടിയ ആൻസറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 വാല്യൂ ഇട്ടാൽ 1 2 3 ഇടയിൽ ഡോട്ട് ഇട്ടെടുത്ത്. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള ഡെസിമൽ വാല്യൂ എന്താണ്? ഇവിടുത്തെ ഡെസിമൽ ആൻസറിൽ കിട്ടിയ ഡെസിമൽ വാല്യൂ എന്താ? 250. അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 2 കൊണ്ട്.
ഓക്കെ 250 ഇൻറ്റു 2. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 0. അതായത് 250 ഇരട്ടി 500 അല്ലേ? ഓക്കെ 500 അല്ലേ? അപ്പോൾ നമുക്ക് 1 2 3 3 പൊസിഷനാണ് ഇവിടെ ഡെസിമൽ വാല്യൂ. അപ്പോൾ അതുപോലെ 1 2 3 3 പൊസിഷൻ ആണ് ഡെസിമൽ വാല്യൂ ഇടുക. ഇനി ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്? എപ്പോഴാണോ ഈ വാല്യൂ 0 വരുന്നത് അതുവരെ നിർത്തുക. ഓക്കെ, അതുവരെ നമ്മൾ ഈ ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ആൻസറിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ എന്തായാലും അവർ ഒരു 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിട്ട് തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇനി ഇതിൻ്റെ യഥാർത്ഥ ഒരു തിയററ്റിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഇവിടെ 0 ആവുക, അത് ഡോട്ടഡ് ഡെസിമൽ വാല്യൂ 0 ആവുന്നത് അതുവരെ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. ഓക്കെ, ഇനി 500 ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, 500 എന്നല്ല 0.5 നോട്ട് ഇത് ഇൻറ്റു 2 ചെയ്യുക അല്ലേ, 1000 കിട്ടും. അപ്പോൾ 1000 എപ്പോഴാണ് നമ്മളിത് ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുക? 1 2 3 3 പൊസിഷൻ, ഇവിടെയും 1 2 3 3 പൊസിഷൻ 0 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഡോട്ടഡ് വാല്യൂ ഡെസിമൽ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവിടുന്ന് പരിപാടി അവസാനിപ്പിക്കാം, മൾട്ടിപ്ലിക്കേഷൻ അവസാനിപ്പിക്കാം. ഇനിയാണ് നമ്മളെ കളി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? മേലെ നിന്ന് താഴത്തേക്ക് എഴുതി പോവുക. ഓക്കെ, അതായത് ഈ ഒരു ഡെസിമൽ അല്ലാത്ത പാർട്ട്. ഓക്കെ, എന്താണ് ആൻസർ? ഓക്കെ, 1 ആൻസർ വിഡ് ബി 1 0 1 അല്ലേ? ഈ ഫസ്റ്റ് 1 സെക്കൻഡ് 0 1 ഇങ്ങോട്ടേക്ക് എഴുതി പോവുക. ഈ ഒരു ആരാമാർക്കൊക്കെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക നോട്ട്ബുക്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 25-ന് എന്ത് വരും? 11001 വരും. ഡോട്ട് 101. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ഇനി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. 38.125. അപ്പോൾ നമുക്ക് 125-ൻ്റെ ഓക്കെ 125-ൻ്റെ ആണ് നമുക്ക് 38 കാണാൻ അറിയാം അല്ലേ? ചെയ്ത മെത്തേഡാണ് ഇത്. ഇനി 1.125-ൻ്റെ ബൈനറി വാല്യൂ എന്ന് കണ്ട 0.125-നെ ഇൻറ്റു 2 ചെയ്യുക. 0.250 കിട്ടും. 250 കിട്ടും. 250 ഇൻറ്റു 2 0.500 കിട്ടും. വീണ്ടും 5 അല്ലേ? ഓക്കെ, ഇവിടെ ഡോട്ടുണ്ട്. 0.500 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 1.000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊന്ന് നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. 23.6 ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ബൈനറി വാല്യൂ എന്താ? നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബൈനറി വാല്യൂ എന്താണെന്ന് ചോദിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുക. എക്സ് അതിൻ്റെ ബേസ് വാല്യൂ ചോദിക്കും. അപ്പോൾ ഈ ഇവിടെ 2 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഇതൊരു ബൈനറി വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, അത് കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം അല്ലേ? അപ്പോൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നമ്മളെങ്ങനെ നോക്കിയത്? എൻ്റെ കയ്യിലൊരു ബൈനറി നമ്പർ ഉണ്ട് 1111. ബൈനറി നമ്പർ ആണല്ലോ. അതിൻ്റെ പൊസിഷനിൽ കൂടെ ഏതാ? 2⁻0 2⁻1 2⁻2 2⁻3 അല്ലേ? 1 ഇൻറ്റു 2⁻0 പ്ലസ് നെക്സ്റ്റ് എന്താ? ഈ 1 അല്ലേ? ഈ 1 ആണ്. ഈ 1 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻3. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 2⁻3 8 2⁻4 2⁻1 2 2⁻0 1. ഓക്കെ, ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. ഓക്കെ, ഈ ഒരു 10110 ഇത് 22 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. നെക്സ്റ്റിലേക്ക് ഇനി ഒരു ഫ്രാക്ഷണൽ ബൈനറി നമ്പറാണ്. ഫ്രാക്ഷണൽ പോയിൻ്റ് ഉള്ള ബൈനറി നമ്പറിലേക്ക് എങ്ങനെയാണ് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? അതായത് ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമുക്ക് അറിയാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇത് 22 കിട്ടി, നമ്മൾ ചെയ്തപ്പോൾ 22 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ
ഫ്രാക്ഷണൽ ബൈനറി ഡിജിറ്റ്സിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇത് നോക്കിയാൽ ബൈനറി വാല്യൂസ് നമുക്കിത് ഇങ്ങോട്ടേക്ക് റീറൈറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ നേരത്തെ ക്ലാസ് എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 0 1 1 0 1 ആണല്ലേ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാനറിയാം. ഇതിൽ പൊസിഷണൽ കോഡ് എഴുതാനറിയാം. 0 കറസ്പോണ്ടിങ് 2⁻0, 1 കറസ്പോണ്ടിങ് 2⁻1th പൊസിഷനാണ്. നെക്സ്റ്റ് 1th കറസ്പോണ്ടിങ് 2⁻2, ഇവിടെ 2⁻3 വരും, 2⁻4 വരും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 22 കിട്ടും. ഇത് നമുക്കറിയാം. ഇത്ര ഭാഗം നമുക്കറിയാം. ഡോട്ട് ഇനി നമുക്കറിയാത്ത ഭാഗമാണ്. ഇതെങ്ങനെ ചെയ്യാം? ഒരു ഫ്രാക്ഷണൽ ബൈനറി നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് ബിറ്റ് പൊസിഷൻ നമ്മളെങ്ങനെയാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇടുക അല്ലേ. 0 1 2 3 4 എന്ന് പറഞ്ഞിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇടുക. ഇനി ഒരു ഇതിൻ്റെ ഒരു സെൻറ്ററിൽ ഡോട്ട് ഉണ്ട് അല്ലേ. ഈ ഡോട്ട് കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് അങ്ങോട്ടേക്ക് ഇട്ട് പോവാം. ഓക്കെ, അപ്പോൾ 2⁻1. ഓക്കെ, ഇവിടെ 2⁻0 ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മൾ. നെക്സ്റ്റ് ഡോട്ടഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിജിറ്റിനെ പൊസിഷൻ 2⁻1, നെക്സ്റ്റ് 2⁻2, 2⁻3, 2⁻4. ഓക്കെ, 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കുക. 2⁻1 എന്ന് പറഞ്ഞാൽ 0.5, 2⁻2 എന്ന് പറഞ്ഞാൽ 0.25, 2⁻3 എന്ന് പറഞ്ഞാൽ 0.125, 2⁻4 എന്ന് പറഞ്ഞാൽ 0.0625. യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ബോക്സ്. ഓക്കെ, ഇനി നിങ്ങളിത് ചെയ്ത് നോക്കിയോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെയ്ത് നോക്കിക്കോ. 1101 അല്ലേ. 1101 ഞാനിത് ഇങ്ങോട്ടേക്ക് റീറൈറ്റ് ചെയ്തതാണ്. ഇത് ഇങ്ങോട്ടേക്ക് റീറൈറ്റ് ചെയ്താണ്. ഓക്കെ, 1101 2⁻1, 1ന് കറസ്പോണ്ടിങ് 2⁻2, 0ക്ക് കറസ്പോണ്ടിങ് 2⁻3, 1ന് കറസ്പോണ്ടിങ് 2⁻4. ഓക്കെ, ഇനി നോക്കിക്കോ. 1 ഇൻറ്റു എന്ത് വരും? 1 ഇൻറ്റു 2⁻1 വരും അല്ലേ. 1 ഇൻറ്റു 2⁻1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2⁻1 0.5, 1 ഇൻറ്റു 0.5 0.5 പ്ലസ് 1 ഇൻറ്റു 2⁻2 അല്ലേ. 1 ഇൻറ്റു 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്ത് വരും? 0.25 അല്ലേ. 0.5 പ്ലസ് 0.25. നെക്സ്റ്റ് എന്താ? 0 ഇൻറ്റു 2⁻3, 0 ഇൻറ്റു 2⁻3 ഈക്വൽ ടു 0 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 1 ഇൻറ്റു 2⁻4 അല്ലേ. 1 ഇൻറ്റു 2⁻4 എന്ത് വരും? 1 ഇൻറ്റു 2⁻4 0.0625 അല്ലേ. ഓക്കെ, 0.025. ഇത് മൂന്നും ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.8125 എന്ന് കിട്ടും. ദിസ് വിൽ ബി ആൻസർ ഓഫ് ദി 0.1101 ബൈനറി നമ്പേഴ്സ്. 1101ൻ്റെ ആൻസർ എന്താ? അപ്പോൾ മൊത്തത്തിൽ ആൻസർ വരും. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് എഴുതാം? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. 22.8125 എന്ന് വരും ഡെസിമൽ വാല്യൂ. ഓക്കെ അല്ലേ. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ നമ്മൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കിയിട്ട് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, 22.8125. നെക്സ്റ്റ് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം നമുക്ക് പഠിഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഒക്ടൽ ഹെക്സാഡെസിമൽ. എന്താണ് ഈ ഒക്ടൽ നമ്പർ സിസ്റ്റം? എന്താണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം നിങ്ങൾക്കറിയാം അല്ലേ. നോക്കിയാൽ ഇവിടെ ഞാനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡെസിമൽ വാല്യൂ ഉണ്ട് 0 മുതൽ 10 വരെ. 10 കഴിഞ്ഞിട്ട് 11 12 13 40 50 അങ്ങനെ പോകും. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ അല്ലേ. ബൈനറി നമ്പർ നിങ്ങൾക്ക് എഴുതാനറിയാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ 9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ 9 തന്നെ ആയിരിക്കും. ഓക്കെ, 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ A, 11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ B, 12 C, 13 D, 14 E, 15 F. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് പഠിച്ച് വെച്ച് പോവുക. 10 A ആണ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എഫ് വരെ ഹെക്സാഡെസിമൽ വാല്യൂ. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, 4 ഡിജിറ്റിലാണ് സാധാരണ സിംഗിൾ ഡിജിറ്റ് ഹെക്സാഡെസിമലിനെ നമുക്ക് മിനിമം 4 ഡിജിറ്റ് ബൈനറിയിലാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്കൊരു ബൈനറി വാല്യൂ കിട്ടിക്കഴിഞ്ഞ്, ഓക്കെ, ഒരു ബൈനറി വാല്യൂ കിട്ടിക്കഴിഞ്ഞ് അതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ബൈനറി വാല്യൂവിൽ നിന്ന് ഒക്ടൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ വാല്യൂവിലേക്കോ ഹെക്സാഡെസിമൽ നമ്പറിലേക്കോ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. എങ്ങനെയാണ് ഒരു ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒക്ടൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 11001111. ഓക്കെ, ഇനി ഫസ്റ്റ് ഈ ഒരു ബൈനറി വാല്യൂവിനെ, ഈ ഒരു ബൈനറി നമ്പറിനെ എനിക്ക് ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുണ്ട്, ഈ ഒരു ബൈനറി നമ്പറിനെ 3 ഡിജിറ്റ്സ് ഉള്ള 3 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പുകളാക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനേ. ഓക്കെ, ഫസ്റ്റ് വൺ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 3 ഡിജിറ്റ്സ് ഉള്ള ഗ്രൂപ്പുകളാക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഗ്രൂപ്പുകളാക്കേണ്ടത്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ്സിലെ ഗ്രൂപ്പുകളാക്കാം, 3 ബിറ്റ്സുകളുള്ള ഗ്രൂപ്പുകളാക്കാം. ഓക്കെ, ഇനി ഹെക്സാഡെസിമലാണെങ്കിൽ 4 ഡിജിറ്റ്സിലെ ഗ്രൂപ്പുകളാക്കാം. സെയിം ക്വസ്റ്റ്യനാണ്, 4 ഡിജിറ്റ്സിലെ ഗ്രൂപ്പുകളാക്കി. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അവിടെ 2 ബിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 zeros ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നോ ചേഞ്ച്, അതിൽ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സീറോസാണ് ലെഫ്റ്റ് സൈഡിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ എന്തുകൊണ്ടാണ് ഞാൻ ഒക്ടൽ വാല്യൂവിനെ 3 ഡിജിറ്റ്സും ഹെക്സാഡെസിമലിലെ 4 ബിറ്റ്സും ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത്. ഒക്ടൽ വാല്യൂവിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ബേസ് 8 ആണ് അല്ലേ, അതായത് 0 to 7 വരെയുള്ള വാല്യൂ. ഹെക്സാഡെസിമലിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 16 ആണ്, അത് 0 to 9 വരെ. A to F എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 10 ആണ്, അത് നിങ്ങൾക്കറിയാം അല്ലേ. A എന്ന് പറഞ്ഞാൽ 15 ആണ് F. ഓക്കെ, അപ്പോൾ ഏറ്റവും മാക്സിമം വാല്യൂ ഇതിൽ 7 ആണ്. 7 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 3 ബിറ്റ്സ് എങ്കിലും വേണം. ഓക്കെ, 7 എന്ന് പറഞ്ഞാൽ ബൈനറി വാല്യൂ 1111 1111. ഓക്കെ, എനിക്ക് 3 ബിറ്റ് ഉണ്ടെങ്കിലേ എനിക്ക് 7നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ F ആണ്. Fനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എനിക്ക് 4 ബിറ്റ് മിനിമം വേണം. ഓക്കെ, 1111 ആണ് F. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെക്സാഡെസിമലിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ 4 ബിറ്റ്സും ഇവിടെ 3 ബിറ്റ്സുമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൈനറി വാല്യൂവിൻ്റെ ഒക്ടൽ നമ്പറുമായി ഹെക്സാഡെസിമൽ നമ്പറുമായി. ഇനി നോക്കിയാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കിക്കോ, 011. 011 എന്ന് പറഞ്ഞാൽ എന്താ, ബൈനറി വാല്യൂ 3 ആണ് അല്ലേ. 011 ആണ് ബൈനറി വാല്യൂ 3 ആണ് അല്ലേ. 110 എന്താ, 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. ഒക്ടൽ നമ്പർ എന്താണ്, 63/8. ഹെക്സാഡെസിമൽ നോക്കിയാൽ, ഹെക്സാഡെസിമൽ ഇവിടെ നോക്കിയാൽ ഈ ഒരു നമ്പർ ഹെക്സാഡെസിമലാണ്. എന്ത് വരും, 011 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ് അല്ലേ. 0011 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഹെക്സാഡെസിമൽ വാല്യൂ എന്ത് വരും, 33. ഓക്കെ, ആൻസറായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ, ഈ ഒരു നമ്പർ രണ്ടും സെയിം നമ്പറാണ്. ഈ ഒരു നമ്പർ 00111 ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്യണം. എവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ബിറ്റ് ഗ്രൂപ്പ് ചെയ്തു, നെക്സ്റ്റ് 3 ബിറ്റ് ഗ്രൂപ്പ് ചെയ്തു, നെക്സ്റ്റ് 3 ബിറ്റ് ഗ്രൂപ്പ് ചെയ്തു അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ഡെസിമൽ വാല്യൂ എഴുതിയാൽ മതി. 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ് 2 ആണ് അല്ലേ. 1 1 0 എന്ന് പറഞ്ഞാൽ 6 ആണ്. 0 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആൻസർ 162. ഒക്ടലായതുകൊണ്ട് ബേസ് 8 ആൻസറായി. ഓക്കെ, ഈ ഒരു ബൈനറി വാല്യൂവിൻ്റെ ഈ ഒരു ബൈനറി വാല്യൂവിൻ്റെ എക്സാഡെസിമൽ വാല്യൂ കാണണം. എക്സാഡെസിമലിന് ഗ്രൂപ്പ് ചെയ്യണം, 4 ബിറ്റ് ഗ്രൂപ്പ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ് 1 ഇവിടുന്നല്ലേ 1 1 0. ഓക്കെ, ഇനി എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്തെടുത്താൽ മതി, 3 0 കൂടി ആഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് 0 0 1 0. ആൻസർ ഡെസിമൽ വാല്യൂ 2 0 1 1 1. നമുക്കറിയാം 1 1 1 എന്ന് പറഞ്ഞാൽ എന്താ 7 ആണ് അല്ലേ. 0 0 0 0 ആണ്. 0 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ആൻസർ വരുന്നത് 7 2 ബേസ് 16. ഓക്കെ ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്ടൽ നമ്പർ എങ്ങനെ കാണണം. ഒക്ടൽ നമ്പർ ഇതാ ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിംഗ് ഗ്രീനിന് ഒക്ടൽ അല്ലേ. എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക, 1 2 3. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഗ്രൂപ്പ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ബിറ്റ് വേണം അല്ലേ. 3 ബിറ്റിന് ഞാൻ എന്ത് ചെയ്ത് 2 ബിറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എനിക്ക്. ഓക്കെ, ഇനി നേരിട്ട് ഇതിൻ്റെ ഡെസിമൽ വാല്യൂ എഴുതിയാൽ മതി. ആൻസറായി. ഡെസിമൽ വാല്യൂ എന്ത് വരും, 3 2 4 + 1 5 അല്ലേ. 5 2 3 അല്ലേ. ഞാനിത് ഇങ്ങോട്ടേക്ക് എഴുതി 5 2 3 ബേസ് 6 ബേസ് 8. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്ത് എഴുതിയാൽ എനിക്ക് എക്സാഡെസിമൽ വാല്യൂ കൂടി ഇതിലേക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. 4 ബിറ്റ് എക്സാഡെസിമലിനെ നമുക്ക് എന്ത് ചെയ്യാം, 4 ബിറ്റിനെ ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. 1 2. നെക്സ്റ്റ് എന്ത് ചെയ്യുക, 4 ബിറ്റിനെ തയ്ക്കാൻ വേണ്ടിയിട്ട് 3 സീറോസ് അപ്പൻഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് അല്ലേ. പറഞ്ഞോ. സോറി, ഇത് നമ്മൾ ഡെസിമൽ പാർട്ട് എഴുതിയില്ലല്ലോ. ഡെസിമൽ പാർട്ട് എന്ത് വരും ഇതിലേക്ക്, 1 1 0 എന്ന് പറയുമ്പോൾ എന്ത് വരും, 6 വരും അല്ലേ. 1 0 0 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ ആൻസർ എന്ത് വരും, 5 2 3.64 എന്ന് വരും അല്ലേ. മറന്നു പോയതാണേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. എക്സാഡെസിമൽ 0 0 1 1 3 0 1 0 1 എന്ത് വരും, 1 0 1 എന്ന് പറഞ്ഞാൽ 6 + 1 5 ആൻഡ് 1 ഡോട്ട് അല്ലേ. 1 1 0 1 1 1 0 1 മീൻസ് എന്ത് വരും, 1 ഇത് ഇങ്ങനെ ഇതിൻ്റെ പൊസിഷൻ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. 8 4 1 അല്ലേ. അല്ലേ പൊസിഷൻ 8 12 + 13 അല്ലേ. 13 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഡി എന്ന് വരും അല്ലേ. ആൻസർ വിൽ ബി 153.D. This will be hexadecimal value of this binary number. എങ്ങനെയാണ് ഇത് ഡി കിട്ടിയതെന്ന് അറിയില്ലേ. ഇത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. ഡെസിമൽ വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സാഡെസിമൽ വാല്യൂ എ, 11 ആണെന്നുണ്ടെങ്കിൽ എക്സാഡെസിമൽ വാല്യൂ ബി, 12 ആണെങ്കിൽ സി, 13 ആണെങ്കിൽ
ഡി, 14 ആണെങ്കിൽ ഇ, 15 ആണെങ്കിൽ എഫ് അല്ലേ. അപ്പോൾ 1101 എന്ന് പറഞ്ഞാൽ എന്താ? 1101 എന്ന് പറഞ്ഞാൽ 13. 12 + 1 13 ഈസ് ഈക്വൽ ടു ഡി. ഓക്കെ, അപ്പോൾ അതുപോലെ ഇത് എഴുതിക്കോ, ഒന്ന് എഴുതി നോക്കി, ആൻസർ ഒന്ന് ചെയ്ത് നോക്കി. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാ ഈ 2 ക്വസ്റ്റ്യനും. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഓക്കെ, നമുക്കൊരു ഡെസിമൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ബൈനറി വാല്യൂ തന്നിട്ട് ഒക്ടൽ വാല്യൂ ആക്കി. എങ്ങനെയാണ്? ഗ്രൂപ്പ് ചെയ്തു അല്ലേ. എക്സാ ഡെസിമൽ ആണെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഒക്ടൽ വാല്യൂ തന്നവർ, ക്വസ്റ്റ്യൻ ഒക്ടലാണേ, ഒക്ടൽ 524. ഓക്കെ, ഇതിനെ എനിക്ക് എന്താക്കി മാറ്റണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സിമ്പിളാണ്, നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 3 ബിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് ആക്കി കഴിഞ്ഞാൽ 100 അല്ലേ. 2നെ 3 ബിറ്റ് ആക്കിയാൽ 010, 5നെ 101 അല്ലേ. അത് കറസ്പോണ്ടിങ് ഇങ്ങനെ എഴുതിയാൽ മതി. 100 010 101 ഇതായിരിക്കും ഇതിൻ്റെ ബൈനറി വാല്യൂ. ഓക്കെ, ഇനി എക്സാ ഡെസിമൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതാം? ഇത് എക്സാ ഡെസിമൽ വാല്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹെക്സാ ഡെസിമൽ വാല്യൂ ഒരു 5D1 എന്നാണ് വിചാരിക്കുക. അപ്പോൾ 5ന് എന്ത് ചെയ്ത് നമ്മൾ എക്സാ ഡെസിമൽ 4 ബിറ്റിൽ നമ്മൾ എഴുതണം അല്ലേ. അതായത് 3 ബിറ്റിൽ എഴുതുമ്പോൾ 101, 4 ബിറ്റിൽ എഴുതുമ്പോൾ 011. ഓക്കെ, ഡീനെ നമ്മൾ എന്ത് എഴുതി? ഡി എന്ന് പറഞ്ഞാൽ 13 01 അല്ലേ. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0001. ഓക്കെ, അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആക്കി എഴുതിയാൽ മതി. എന്താണ് ഇത് കറക്റ്റ് ആക്കിയിട്ട് എങ്ങനെ എഴുതുക നമ്മൾ? 5ക്ക് കറസ്പോണ്ടിങ് 0101 1101 0001 ഇതായിരിക്കും ഇതിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ. ഓക്കെ, ഇനി ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. നമുക്ക് ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു എക്സാ, അല്ലെങ്കിൽ എക്സാ ടു ബൈനറി, എക്സാഡെസിമൽ ടു ബൈനറി, ഒക്ടൽ ടു ബൈനറി ഒക്കെ നമുക്കറിയാം അല്ലേ. ബൈനറിയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റാനും നമുക്ക് അറിഞ്ഞിനി. പക്ഷേ ഇനി ഡെസിമൽ വാല്യൂന്ന് ഒക്ടലിലേക്കോ ഹെക്സലിലേക്കോ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസിമൽ വാല്യൂന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നേരത്തെ എങ്ങനെയാണ് ചെയ്തത്? ഇപ്പോൾ ഡെസിമൽ നമ്പർ 50 ആണെന്നുണ്ടെങ്കിൽ അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു അല്ലേ. ഓക്കെ, 50 ഡിവൈഡ് ബൈ 25 വരും അല്ലേ. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 വരും. റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ ഒന്നും വരില്ല അല്ലേ. ഇനി 25നെ വീണ്ടും ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 12 വരും. റിമൈൻഡർ 1 വരും അല്ലേ. വീണ്ടും ഡിവൈഡ് ചെയ്തു, ഓക്കെ 6 വരും. ഓക്കെ, വീണ്ടും ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 0. വീണ്ടും ഡിവൈഡ് ചെയ്തു, എന്ത് വരും? 2 വരും. വീണ്ടും ഡിവൈഡ് ചെയ്ത് 0 വരും, 1 വരും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി ഇല്ലേ. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാ. പക്ഷെ ഇതിങ്ങനെ ചെയ്യാതെ നമുക്ക് എന്തും ചെയ്യാം, അതിൻ്റെ പവർ വെച്ചിട്ട് എഴുതാം. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 50ൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പവർ ഏതാ? 32 അല്ലേ. അപ്പോൾ 32 പ്ലസ് എന്ത് ചെയ്താൽ 32 പ്ലസ് പിന്നെ നോക്കിയാ 32 പ്ലസ് 16 പ്ലസ് എന്ത് ചെയ്താ 48 വരും അല്ലേ. 32 പ്ലസ് 16 പ്ലസ് 2 എന്ന് വരും അല്ലേ. അപ്പോൾ 32 പ്ലസ് നെക്സ്റ്റ് 16 പ്ലസ് 8ന് 0, 4ന് 0, 2ക്ക് 1, 0th പൊസിഷനിന് 0. ഇതായിരിക്കും 50ൻ്റെ ബൈനറി വാല്യൂ. അത് തന്നെ ആയിരിക്കും ഇവിടെ. ഓക്കെ, സോറി, ഇവിടെ 3 ഡിവൈഡഡ് ബൈ 2 1 ആണേ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1100 ഇത് തന്നെയല്ലേ നമ്മൾ ഇങ്ങനെ എഴുതിയാവും. അപ്പോൾ ഏതാണോ ഓരോരുത്തർക്ക് താല്പര്യം ചെയ്യാൻ, ഏതാണോ ഓരോ ആളുകൾക്കും, ഓരോ ഇൻഡിവിജ്വലിനും, ഓരോ സ്റ്റുഡൻസിനും ഏതാണോ സിമ്പിൾ അത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മളിത് ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്തത് അല്ലേ.
ഓക്കെ, ഇത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ അതിൻ്റെ ബേസ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഡെസിമൽ വാല്യൂവിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ ബേസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഏതാണ് ഒക്ടലിൻ്റെ ബേസ്? 8 അല്ലേ. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, ഡെസിമൽ വാല്യൂവിനെ ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇതിൻ്റെ ബേസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഏതാണ് ഹെക്സാ ഡെസിമലിൻ്റെ ബേസ്? 16. നോക്കിയാൽ ഇനി ഞാൻ പറയുന്നത് നോക്കിയാൽ ഒക്ടൽ വാല്യൂ. ഓക്കെ, ഒരു ഡെസിമൽ വാല്യൂ ഉണ്ട് 158. ഇതിനെ എനിക്ക് ഒക്ടൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 158നെ ഒക്ടൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 19, റിമൈൻഡർ എന്ത് വരും? 6 വരും. ഓക്കെ, നോക്കിയാ റിമൈൻഡർ 6 വന്ന് ഇനി 19 ഡിവൈഡഡ് ബൈ 8 2 വരും, റിമൈൻഡർ 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി പോയാൽ മതി അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി പോയാൽ മതി. എന്താണ്? 2 3 6. അത് തന്നെയല്ലേ ഇത്? 2 3 6. ഓക്കെ, ആൻസർ കിട്ടി. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? 158നെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? 16 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അതിൻ്റെ ഹെക്സാഡെസിമൽ കിട്ടും. 15 ഡിവൈഡഡ് ബൈ 16 ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും, റിമൈൻഡർ 14 കിട്ടും. ഓക്കെ, 9 റിമൈൻഡർ 14 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഓക്കെ, 9 14 അല്ലേ. അപ്പോൾ 9 ഇതേപോലെ എഴുതി. 14 എന്ന് പറഞ്ഞ വാല്യൂ ഹെക്സാഡെസിമലിൽ ഇല്ല. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഇ ആ. ആൻസർ വിൽ ബി 9E. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് 158നെ ഡെസിമൽ വാല്യൂ അല്ലേ 150, ഇതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലേക്ക് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യുക. അത് സിമ്പിളല്ലേ നമുക്ക്. 158നെ ബൈനറിയിലേക്ക് നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ 158നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. 158നെ ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യണത് അല്ലേ. 158 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. 128 + 16 + 8 + 4 + 2 158. അപ്പോൾ ഈ ഇത്രയും വാല്യൂസിൽ 1 കൊടുക്കുക. 128 + 16 1 കൊടുത്ത് +8 + 1 കൊടുത്ത് 4 + 2 1 കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ 0 കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ അടിയിലുള്ള ബാക്കിയൊക്കെ 0 വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ആൻസർ വിൽ ബി 100111110. ഇത് ബൈനറി. ഇത് ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഒക്ടൽ കാണാം. എങ്ങനെയാണ് ഒക്ടൽ കാണുക? അത് 3 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. കണ്ടോ, 1 2 3. ഓക്കെ, നമുക്ക് എന്താണോ നിങ്ങളെ ആൻസറിലേക്ക് മാത്രമേ നോക്കുള്ളൂ അവർ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താണോ ആൻസർ വരുന്നത് അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഏത് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ട്, ഏറ്റവും ടൈം എഫിഷ്യൻ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആരും നിങ്ങളോട് ഇന്ന മെത്തേഡ് യൂസ് ചെയ്യണം ഇതാണ് കറക്റ്റ് വേ എന്ന് പറയാൻ പോകുന്നില്ല. ഏതാണോ കറക്റ്റ്, എത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 2 മെത്തേഡും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും. ഏതെങ്കിലും ഒരു മെത്തേഡിൽ അത് പ്രാക്ടീസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങളതായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ട് അതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പവേഴ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 2ൻ്റെ പവേഴ്സ് എന്ത് ചെയ്യും? നിങ്ങളുടെ മൈൻഡിൽ എവിടെയാണ് 128, എവിടെയാണ് 64, എവിടെയാണ് 32 അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ 110ൻ്റെ കോമ്പിനേഷൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ ഇത് കിട്ടി. ബൈനറി വാല്യൂ കിട്ടി. ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 3 ബിറ്റിൻ്റെ ഗ്രൂപ്പ്, നെക്സ്റ്റ് 3 ബിറ്റിൻ്റെ ഗ്രൂപ്പ്, നെക്സ്റ്റ് 3 ബിറ്റിൻ്റെ ഗ്രൂപ്പ് അല്ലേ. ഇവിടെ 3 ബിറ്റ് തികഞ്ഞില്ല, അതുകൊണ്ടാണ് ഇവിടെ 0 ഇട്ട് കൊടുത്ത്. അപ്പോൾ ആൻസർ 110. ആൻസർ വിൽ ബി 6 0 1 1 3 0 1 0 2. എന്തായാലും 0 മുതൽ 15 വരെയുള്ള വാല്യൂസിൻ്റെ ഡെസിമൽ വാല്യൂസിൻ്റെ ബൈനറി വാല്യൂ 4 ബിറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാണാതെ പഠിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്
1011. ഇതിൻ്റെ ബൈനറി വാല്യൂ ഡെസിമൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം. ഓക്കെ, നെക്സ്റ്റ് 4 ബിറ്റ് നെക്സ്റ്റ് എന്താണ് നമുക്ക് എന്ത് കാണണം, ഇതിൻ്റെ എക്സാഡെസിമൽ വാല്യൂ ആണ് അല്ലേ. എക്സാഡെസിമൽ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടും ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഗ്രൂപ്പ് ചെയ്യുക. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ 9 ആണ്. 1110 എന്ന് പറഞ്ഞാൽ എന്താ, 1110 എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 ഈക്വൽ ടു ഇ ആണ്. അപ്പോൾ 9E ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്പർ സിസ്റ്റം, ബേസിക് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കറക്റ്റായിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇതിൽ നിന്നുള്ള ആൻസർ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, തെറ്റിക്കരുത്. ഒരു മാർക്ക് നിങ്ങൾ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് റാങ്കുകളാണ് വ്യത്യാസപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മാർക്കിനും ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ഓർത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.